നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ ചെങ്കോട്ടയുടെ കോട്ടക്കൊത്തളങ്ങളിൽ തീർക്കുന്ന ഓരോ കാഴ്ചകളും പ്രഖ്യാപനങ്ങളും ഭരണപരമായ നടപടികളല്ല, മറിച്ച് കടുത്ത പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ പതറി നിൽക്കുന്ന ഭരണകൂടം തീർക്കുന്ന ആസൂത്രിത നാടകങ്ങളാണ്. 2014 ആദ്യമായി പ്രധാനമന്ത്രിയായി ചെങ്കോട്ടയിൽ എത്തിയപ്പോൾ വൻ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന അന്നത്തെ പ്രതിരോധ സെക്രട്ടറി മാത്തൂറിൻ്റെയും IBE ഡയറക്ടറുടെയും മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തി പുലർച്ചെ 2 മണിക്ക് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ് ഈ ഇമേജ് നിർമ്മിതിക്ക് തുടക്കമിട്ടത്. ഭയമില്ലാത്ത നേതാവ്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന ഭരണാധികാരി എന്നൊക്കെയുള്ള വ്യാജ ചിത്രം സൃഷ്ടിച്ച് മാധ്യമ ശ്രദ്ധ കൊണ്ടുവരാൻ ആ ഒരൊറ്റ നീക്കം കൊണ്ട് സാധിച്ചിരുന്നു അന്ന്. എങ്കിലും സുരക്ഷ പോലും വകവയ്ക്കാതെ നടത്തിയത് യഥാർത്ഥ ഭരണപരാജയങ്ങളെ മറച്ചുപിടിക്കാനുള്ള വമ്പൻ പബ്ലിസിറ്റി അഭ്യാസമായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്കും ഭരണവിരുദ്ധ വികാരത്തിനും മുന്നിൽ അടിപതറുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം വില കുറഞ്ഞ ഡ്രാമകൾ ഒരു പരിചയമായി ഉപയോഗിക്കുകയാണ് മോദി ചെയ്യാറുള്ളത്. വർഷങ്ങൾക്കിപ്പുറം നടന്ന 80ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച സപ്തധാരാ പ്രതിജ്ഞയും AI പരിശീലനവും അതുപോലെ വനിതാ സംവരണ ബിൽ നടപ്പാക്കാനുള്ള ആഹ്വാനവുമൊക്കെ ഈ ഭയത്തിൽ നിന്നുള്ള കുതന്ത്രങ്ങളുടെ തുടർച്ച തന്നെയാണ്. രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും രാജ്യത്തെ കടുത്ത തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയും ഭരണഘടനാ തകർച്ചയും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് 1 കോടി യുവാക്കൾക്ക് AI പരിശീലനവും സൗജന്യ കോച്ചിങ്ങും പ്രഖ്യാപിക്കുന്നത്. സ്വകാര്യ കോച്ചിങ് സെൻ്ററുകളുടെ ചൂഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും മുൻപ് നൽകിയ വാഗ്ദാനങ്ങളുടെ പരാജയം മറച്ചുപിടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. വനിതാ സംവരണത്തിൻ്റെ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിന് നൽകാമെന്ന് പറയുമ്പോഴും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വനിതാ വോട്ടർമാരെ കയ്യിലെടുക്കാനും OBC സംവരണ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ മുനയൊടിക്കാനുമുള്ളൊരു രാഷ്ട്രീയ തന്ത്രമാണിത്. ചുരുക്കത്തിൽ 2014 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിലെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് നീക്കം ചെയ്തത് മുതൽ ഇന്നലത്തെ AI പ്രഖ്യാപനവും വനിതാ സംവരണ ആഹ്വാനവുമൊക്കെ കാണിക്കുന്നത് ഒരു വശത്ത് പ്രതിഷേധങ്ങളിൽ വിറച്ചുപോയ ഒരു ഭരണാധികാരിയുടെ പ്രതിരോധ നീക്കങ്ങളാണ്. എന്നാൽ ഇതൊക്കെ വേണ്ടതും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ്. കാരണം രാജ്യത്തെ യുവജനത തിളച്ചു പൊന്തി നിൽക്കുമ്പോൾ അവരെ എങ്ങനെ നേരിടണം എന്നറിയാതെ മോദിയും കൂട്ടരും ആദ്യം അവരെ അനുസരിക്കും. അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നു എന്നൊരു തോന്നൽ ജനിപ്പിക്കും. എന്നാൽ അങ്ങനെയല്ല കഥ. ഇതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടൽ RSSൻ്റെയും BJPയുടെയും ഒത്തുചേരലാണ്. RSSൻ്റെ അജണ്ടയ്ക്ക് നേർ വിപരീതമായ കാര്യങ്ങളാണ് ജന്തർ മന്ദറിൽ കണ്ടത്. അങ്ങനെയുള്ള അവർക്ക് മുന്നിൽ അവരെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഭരണാധികാരിയായി മോദി മാറി എന്നൊരു തോന്നൽ ജനിപ്പിക്കുക, അതുമാത്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഈ പുകിലുകളൊക്കെ അടങ്ങുമ്പോൾ BJP വീണ്ടും അവരുടെ അജണ്ടകളിലേക്ക് മാറും. അതുകൊണ്ടാണ് വൻതുക മുടക്കിയുള്ള ക്യാമറ കണ്ണുകൾക്കും PR അഭ്യാസങ്ങൾക്കും പിന്നിൽ യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങളെ ഒളിപ്പിക്കാൻ ഇത്തരം ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കും ഇമേജ് നിർമ്മിതികൾക്കും പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ നടക്കുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്.